ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു വെജ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റണേ. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മിക്സിയിലിട്ട് ക്രഷ് ചെയ്തും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതേപോലെ ബിരിയാണി മസാല ഇത്രയും ഇട്ട് പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ തക്കാളി കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കിയെടുക്കണേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 3-4 സ്പൂൺ തൈരാണ്. ഈ തൈരും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ പിസ്ത അഥവാ പൊരിച്ച ഉള്ളി ഇത് നന്നായി പൊടിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ അതൊക്കെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, അതേപോലെ പച്ചപ്പട്ടാണി അഥവാ മട്ടർ അതും പിന്നെ സോയാബീൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാരറ്റോ ബീൻസോ എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി കഴുകി മാറ്റി വെച്ചിട്ടുള്ള 5 ഗ്ലാസ് അരിയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ അരിയും മസാലയും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. മീൻവൈൽ ഞാൻ അപ്പുറത്ത് 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം, അതായത് അരി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടെ ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെള്ളം വറ്റുന്നവരെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, വെള്ളം വറ്റുമോ നോക്കുക വേണം. ഇനി മേലെയായിട്ട് നെയ്യിൽ വറുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ ബൈ ഗൈസ്.